ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ വിഷ്ണു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ്. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിന് പോവാണ്. ഞാനിവിടെ നാട്ടിലാകുമ്പോൾ പേപ്പറിന് ഡെയിലി പോവാറുണ്ട്. അതിന് മുമ്പായിട്ട് ഇതായിരുന്നു എൻ്റെ പഴയ വീടിൻ്റെ സ്ഥലം. അപ്പോൾ ഇവിടെ പുതിയ വീടിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തറയ്ക്കടുത്തുള്ള ഷെഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പേപ്പർ എടുക്കാൻ പോവാം. അപ്പോൾ പേപ്പർ എടുക്കാൻ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറയാൻ വിട്ടുപോയി, വീടിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ നേരെ പേപ്പർ എടുക്കാൻ പോവാറ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഓരോരോ നാട്ടിലും ഓരോരോ പേരാവും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇഡ്ഡലി എന്നാണ്, അതായത് ഇടവഴിക്ക് ഇഡ്ഡലി എന്നാണ് ഇവിടെ പറയാറ്. അപ്പോൾ ഈ ഇഡ്ഡലി എല്ലാം കഴിഞ്ഞ് മെയിൻ റോഡിൽ എത്തിയതിന് ശേഷം അവിടെ ഒരു കട ഉണ്ട്. അപ്പോൾ ആ കടയിലാണ് പേപ്പർ വരാറ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇഡ്ഡലി എല്ലാം കഴിഞ്ഞ് മെയിൻ റോഡിലെത്തി. ഇനി മെയിൻ റോഡിൽ ആ കട ഉണ്ട്. കടയിൽ പോയിട്ട് നമ്മൾ പേപ്പർ എടുത്തിട്ട് വരാം. ഓക്കെ. വീട്ടിൽ ചെറുപ്പം മുതലേ പേപ്പർ വരുത്താറുണ്ട്. പേപ്പറിൻ്റെ കൂടെ അമ്മയ്ക്ക് മനോരമ, എനിക്ക് ബാലരമ ഒക്കെ വരുത്താറുണ്ട്. 10ാം ക്ലാസ് വരെ ഞാൻ ബാലരമ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ന്യൂസ് പേപ്പർ വരുത്തണമെന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുമോ? എന്നാൽ ഏതൊക്കെ ന്യൂസ് പേപ്പർ ആരൊക്കെ വരുത്തുന്നുണ്ടെന്ന് അറിയാലോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ കടയ്ക്ക് പോവാണ് അരി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാവരുടെയും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എല്ലാവരും ഒരു പേടി സ്വപ്നമാണ്. ഒന്നല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ റേഷൻ കട, ഇങ്ങനെയുള്ളത്. അപ്പോൾ റേഷൻ കടയ്ക്ക് പോയിട്ട് വരാം. ബൈ. അപ്പോൾ റേഷൻ കടയ്ക്ക് പോകാനുള്ള സഞ്ചിയും അതേപോലെ റേഷൻ കാർഡും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റേഷൻ കടയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ പേപ്പർ എടുക്കാൻ പോയ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് വഴിയാണ് റേഷൻ കടയിലേക്ക് പോകുന്നത്. ഈ റോഡിൻ്റെ സൈഡൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഇപ്പോൾ ഒരു ജലജീവൻ മിഷൻ്റെ പൈപ്പ് വരുന്നുണ്ട്, വലിയ പൈപ്പ് വരുന്നുണ്ട്. ആ പൈപ്പ് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് റേഷൻ കടയിലെത്തി. അവിടുന്ന് മറ്റേ ഓതൻറ്റിക്കേഷൻ വിജയിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 5 കിലോ അരി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഗൈസ്, ഇന്ന് റേഷൻ കടയിലൊക്കെ പോയി വന്നു. ആകെ 5 കിലോ അരി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ന് പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.